സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന ആളാണ് ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി. അടുത്ത കാലത്ത് ഇയാളുടെ നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. സന്തോഷ് വർക്കി വിമർശിച്ചുകൊണ്ട് നിരവധി പേർ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സിനിമാ താരങ്ങൾക്കൊപ്പമുള്ള തൻ്റെ അനുഭവവും താരങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം പങ്കുവെക്കുകയാണ് സന്തോഷ് വർക്കി. നടൻ ബാല തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്നും സന്തോഷ് വർക്കി പറയുന്നു. കൗമുദി മൂവീസുമായുള്ള അഭിമുഖത്തിലാണ് പ്രതികരണം. ബാല 2 തവണ എന്നെ വീട്ടിൽ വിളിച്ച് വരുത്തി അടിച്ചിട്ടുണ്ട്. കേസില്ലെന്ന് പറഞ്ഞതിന് കാരണം പുള്ളി വളരെ ഇമോഷണലായ ആളാണ്. ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമാണ്, സ്നേഹം വന്നാൽ ഭയങ്കര സ്നേഹവും, വൈരാഗ്യം വന്നാൽ ഭയങ്കര വൈരാഗ്യവും. ചെകുത്താനും ബാലയും അയ്യപ്പനും കോശിയും പോലെയാണ്. 2 പേരെയും ഒന്നിപ്പിക്കാനാണ് ഞാൻ നോക്കിയത്. 2 പേർക്കും 2 പേരുടേതായ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഞാൻ ചെകുത്താനും അടുത്ത് പോകുന്നത് ബാലയ്ക്കും, ബാലയ്ക്ക് അടുത്ത് പോകുന്നത് ചെകുത്താനും ഇഷ്ടമല്ല. പക്ഷേ 2 പേരും തൻ്റെ സുഹൃത്തുക്കളാണെന്നും സന്തോഷ് വർക്കി പറഞ്ഞു. താൻ താരങ്ങൾക്ക് കൈ കൊടുക്കുന്നത് നല്ല അർത്ഥത്തിലാണെന്നും സന്തോഷ് വർക്കി പറയുന്നു. നിഷ്കളങ്കമായി തന്നെയാണ് ഞാൻ കൈ കൊടുത്തത്. പക്ഷേ അന്ന് എനിക്ക് കൈ തരാതെ പോയതിന് ഒരുപാട് പേർ ആ ആർട്ടിസ്റ്റിനെ അറ്റാക്ക് ചെയ്തു. അവർ ജാടയല്ല കാണിച്ചത്, അവർ പോകാനുള്ള തിരക്കിലായിരുന്നു. അതിനെ വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയ ഭയങ്കര പ്രശ്നമുണ്ടാക്കിയെന്നും സന്തോഷ് വർക്കി പറഞ്ഞു. നടി നിത്യ മേനോനെക്കുറിച്ചും സന്തോഷ് വർക്കി സംസാരിച്ചു. വളരെ ടഫായ വ്യക്തിത്വമുള്ളയാളാണ് ഐശ്വര്യലക്ഷ്മി. നല്ല നടിയാണ്, കുറെ കൂടി നല്ല വ്യക്തിയാണെന്നും തോന്നിയിട്ടുണ്ട്. നിഖില വിമൽ ബോൾഡാണ്, പക്ഷേ ചളി കുറച്ച് കൂടുന്നുണ്ട്. ടൊവിനോ തോമസ് നല്ല സുന്ദരനാണ്, പക്ഷേ വലിയ നടനാണെന്ന് പറയാൻ പറ്റില്ലെന്നും സന്തോഷ് വർക്കി പറഞ്ഞു. അടുത്തിടെ ഐശ്വര്യലക്ഷ്മിക്ക് സന്തോഷ് വർക്കി കൈ കൊടുത്തത് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ നടി അവഗണിച്ച് കാറിൽ കയറി പോയ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കഴിഞ്ഞ ദിവസം നടൻ സാബുമോൻ സന്തോഷ് വർക്കിക്കെതിരെ സംസാരിക്കുകയുണ്ടായി. നടൻ നന്ദുവിൻ്റെ പുറത്ത് സന്തോഷ് വർക്കി തട്ടിയ വീഡിയോ താൻ കണ്ടു. തന്നോടാണ് അങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ ഉടനെ തല്ലിയേനെയെന്നും ഇത്തരം ആളുകൾ ഓൺലൈൻ മീഡിയ പ്രോത്സാഹിപ്പിക്കരുതെന്നും സാബുമോൻ പറഞ്ഞു. ചില സിനിമകളിൽ സന്തോഷ് വർക്കി മുഖം കാണിച്ചിട്ടുണ്ട്. തന്നെ പരിഹാസ്യനായാണ് എല്ലാവരും കാണുന്നതെന്നും എന്നാൽ താൻ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരാളല്ലെന്നും സന്തോഷ് വർക്കി കൂട്ടിച്ചേർത്തു.